ഓഫീസിലേക്ക് പോയെന്ന് പറഞ്ഞു. അപ്പം ഒരു 10-12-13 ദിവസത്തോളമായി, വരേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ടെൻഷനായി. 22 ഡേറ്റ് ഉള്ളതുകൊണ്ട് എനിക്കറിയാം കാര്യത്തിന് കുഴപ്പമൊന്നും വരില്ലെന്ന്, പക്ഷേ ഇവൾക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഇവരുടെ കോളേജിൽ നിന്ന് വിളിക്കുന്നുണ്ട്, നവംബർ 30 മുമ്പ് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി, അതിൻ്റെ ഇത് മെയിൽ അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ വർഷത്തേക്ക് പോക്ക് നടക്കുകയില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ടെൻഷൻ. എന്നിട്ട് പിന്നെ 3-4 അന്നേരത്തേക്കും പിന്നെ ഈ പൂജാ ഹോളിഡേയ്സൊക്കെ വന്നപ്പോൾ കുറച്ച് അവധി സമയങ്ങളൊക്കെ ആയി. പിന്നെ 4 ദിവസമേ മുന്നിലുള്ളൂ. അന്നേരം ഞങ്ങളുടെ പള്ളിയിൽ അഖണ്ഡ ജപമാലയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കാതെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇനി 3-4 ദിവസമല്ലേ ഉള്ളൂ, ഞാൻ നിന്നെക്കുറിച്ച് എല്ലാവരോടും പറയുന്നുണ്ട്, നിന്നെ വിശ്വസിച്ച ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ഞാൻ ചെയ്യുന്നത്, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ധൈര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം എനിക്കിതുവരെയും ചെയ്യാൻ പറ്റിയത്. അപ്പോൾ മാതാവ് മറ്റുള്ളവരാളുടെ മുന്നേ നാണം കെടരുത്, എന്നത് പറഞ്ഞാലും എനിക്ക് ഇനിയും നിന്നെക്കുറിച്ച് പറയാൻ പറ്റണം, നീ ആരുടെ മുന്നേ നാണം കെടരുത്, ഇവളുടെ ഇന്ന് തന്നെ ഇവളുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കൈ വരണമെന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തലേദിവസം ഇവളോട് ഞാൻ പറഞ്ഞു, എടി നീയും കൂടെ മാതാവിൻ്റെ അടുത്ത് ചെല്ല്, നീയും കൂടെ അവിടെ ചെല്ലണമെന്ന് മാതാവിന് ആഗ്രഹം ഉണ്ടായിരിക്കും, നീ പുറത്തോട്ടൊക്കെ പോകുന്നതല്ലേ, 2 വർഷം കൂടെ കഴിഞ്ഞല്ലേ ഇനി തിരിച്ചു വരത്തുള്ളൂ, അപ്പം നിനക്കും മാതാവിൻ്റെ അടുത്ത് ചെല്ലണമെന്ന് മാതാവിന് ആഗ്രഹം കാണും, അതായിരിക്കും ഇത് വിസ സ്റ്റാമ്പ് ചെയ്ത് വരാൻ താമസിക്കുന്നതെന്ന് ഞാൻ ഇവളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അഖണ്ഡ ജപമാലയ്ക്ക് രാവിലെ പള്ളിയിലും പോയി, ഇവൾ രാവിലെ ഇങ്ങോട്ടും വന്നു. ഇങ്ങോട്ട് വന്ന് ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഇന്നിപ്പം അവരുടെ ഡൽഹിയിലെ ഓഫീസ് തുറക്കുമ്പോൾ ആദ്യം സ്റ്റാമ്പ് ചെയ്ത് വരുന്ന വിസ ഇവളുടേതായിരിക്കണം, ഒരു ഉച്ചയോടുകൂടി അതെല്ലാം പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് അത് അവിടുന്ന് പോരുകയും ചെയ്യണം, എന്നാലേ ഞാൻ ഇനിയിപ്പം ഞാൻ കാപ്പിയും കുടിക്കുവേല, ചോറ് കൊണ്ടുവേല, എന്തായാലും ഞാനത് ചെയ്യുവേല, എനിക്കിതിൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ട് ഞാൻ വെള്ളം പോലും കുടിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇവളുടെ കാര്യം ഓർത്തിട്ട് അങ്ങ് ഒരു വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ എന്തായാലും കഴിക്കുവേലെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പള്ളി കഴിഞ്ഞ് 9 മണി വരെ ഞാൻ അഖണ്ഡ ജപമാലയ്ക്ക് ഞാൻ നല്ല ഉറക്കെ കൊന്ത ചൊല്ലി, പാട്ടുപാടി കൊന്ത ചൊല്ലി ഉറക്കെ ചൊല്ലിയിട്ട് ഞാൻ 9 മണിയായപ്പോൾ പള്ളിയിൽ നിന്ന് പോകുന്നു. 9:15 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പം അപ്പോൾ അവൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. അന്നേരം ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പള്ളിയിൽ നിന്നേ പറഞ്ഞിട്ടാണ് പോകുന്നത്, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് എനിക്ക് കേൾക്കാൻ പറ്റണേന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് 9:15 ആയപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ ഇവളെ വിളിച്ചേടി നിൻ്റെ ഫോണേ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് പ്രോസസ്സിങ് തുടങ്ങിയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെയും മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പേപ്പർ വർക്കെല്ലാം പൂർത്തിയായി, അവിടെ നിന്നെല്ലാം വിസ സ്റ്റാമ്പ് ചെയ്ത് പോരണേന്ന്. അപ്പോൾ 1:30 ആയപ്പോഴത്തേക്ക് ഇവൾ എന്നെ വിളിച്ചു, അവിടുന്ന് ഏജൻസി അവർ കൊടുത്തു വിട്ടിട്ടുണ്ട്, നിങ്ങളുടെ നിർദ്ദിഷ്ട ഏജൻസി വഴി അത് കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.